ആയിട്ടുള്ള റെസിപ്പിയാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ ഉണ്ടാക്കിയത് ഒരു ചിൽഡ് ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു, അതായത് ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നും ഒരു ചിൽഡ് ആയിട്ടുള്ള റെസിപ്പി, അതായത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഫാമിലിയിൽ പെട്ടൊരു സംഭവം തന്നെയാണ്. വേറെ ഒന്നുമല്ല, കോലൈസ്. കോലൈസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഈ സ്റ്റിക്കുമൊക്കെ ഉള്ള ഒരു കോലൈസ് അല്ലേ. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓറഞ്ച് ഫ്ലേവർ ആണ്. അപ്പോൾ ഓറഞ്ച് കോലൈസാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അഥവാ ഓറഞ്ച് പോപ്സിക്കിൾസ് എന്നും പറയും. അപ്പോൾ ഓറഞ്ച് പോപ്സിക്കിൾസ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നല്ല തണുത്ത കോലൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കാം. ഇത് വളരെ ഈസിയാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് കോലൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം, നോർമൽ വാട്ടറാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ആയിട്ടുള്ള പൗഡറാണ്, അതായത് ഓറഞ്ച് ഫ്ലേവറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പൊടിയാണ്, അതായത് ടാങ്ക്. ഇതെല്ലാവർക്കും അറിയാമല്ലോ ടാങ്ക് ഇല്ലെങ്കിലും നിങ്ങൾ ഏതാ ബ്രാൻഡ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ടാങ്ക് അല്ല, ചിലവർ രസന ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല, ടാങ്കിൻ്റെ ഫ്ലേവർ എടുക്കുക. അത് നമുക്ക് ഫ്ലേവറും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ടാങ്കിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഫ്ലേവർ ഉണ്ട്. അതായത് മാംഗോൻ്റെ ഫ്ലേവർ ഉണ്ട്, പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഉണ്ട്, അതുപോലെ ലെമണിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് ഫ്ലേവർ ആയാലും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഏത് ഫ്ലേവർ ഇഷ്ടം വെച്ചാൽ അത് ചേർക്കാം. അപ്പോൾ മോസ്റ്റ്ലി ഞാനിവിടെ ഓറഞ്ച് ഫ്ലേവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാങ്കിൻ്റെ ഓറഞ്ച് ഫ്ലേവറാണ് ഞാനിവിടെ എടുത്തത്. നമുക്കിനി ഇത് ഈ ബൗളിലേക്ക്, അതായത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 കപ്പ് ടാങ്കിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. ഓക്കെ, 1/2 കപ്പ് ടാങ്കിൻ്റെ പൗഡർ ചേർക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് ടാങ്കിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലേക്ക്. ഇത് നോർമൽ വാട്ടറാണ്, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, നോർമലായിട്ടൊരു വെള്ളം. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ടാങ്ക് ചേർത്ത് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ബ്രാൻഡ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ടാങ്ക് തന്നെ വേണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡിൻ്റെയും നോക്കാം. അപ്പോൾ നമ്മൾ ടാങ്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എത്ര നിങ്ങൾക്ക് മധുരം അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ടാങ്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി പുളിപ്പുണ്ടാവും, അപ്പോൾ നമ്മൾ കുറച്ചധികം പഞ്ചസാര ചേർക്കണം. അപ്പോൾ നമുക്കിനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 1/2 കപ്പ് ചേർക്കാം, അതിനുശേഷം നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച്, മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചാണ്. അപ്പോൾ പഞ്ചസാര ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ
ഇത് ഓവർനൈറ്റ് തന്നെ വെക്കണം, എന്നാലേ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓവർനൈറ്റ് എന്തായാലും വെച്ചേ പറ്റൂ. അപ്പോൾ നമ്മുടെ ദിവസം നമുക്ക് നോക്കാം ഇത് എങ്ങനെ സെറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ടാങ്കിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഐസ് സ്റ്റിക്ക് മോൾഡിലേക്ക് ഒഴിച്ച് നമ്മൾ ഫ്രീസറിൽ ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാനപ്പോൾ അത് എടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് വിടിയിപ്പിക്കാനായിട്ട് നമ്മളൊരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഇതൊന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ ചെറിയ ചൂട് വെള്ളമാണെങ്കിൽ 30 seconds വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വെള്ളം കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ പാത്രം ഒന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിനി എടുക്കാം, ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി തുറക്കാം. വാവ്, സൂപ്പർ ഓറഞ്ച് കോലൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി കോലൈസാണ്. കണ്ടോ? ഇനി നമുക്കിത് നോക്കാം. പതുക്കെ സൂക്ഷിച്ചെടുക്കുന്നുണ്ടോ? അതാ കണ്ടോ കോലൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കോലൈസ് ഉണ്ടാക്കാം. അത് കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി റെസിപ്പിയാണ്. ഇത് നമുക്ക് ഏത് ഫ്ലേവറും വേണമെങ്കിൽ വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. എന്തായാലും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്കിതും കൂടി നോക്കാം. വാവ്, സൂപ്പർ ഐസ് കോൾ, ഓറഞ്ച് ഐസ് കോൾ, അതായത് ഓറഞ്ച് പോപ്സിക്കിൾസ് റെഡി ആയിട്ട്. കണ്ടില്ലേ? അവിടെ എൻ്റെ കുട്ടികളൊക്കെ വെയിറ്റിങ്ങിനാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി നല്ല അടിപൊളി ഡിഷസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.